നമ്മുടെ നാടിനെ സംബന്ധിച്ച് ഗൾഫിൽ എന്താ നടക്കുന്നത് വെച്ചാൽ അത് കോപ്പി പേസ്റ്റ് ചെയ്യുന്നൊരു സ്വഭാവമുണ്ട്. അത് തൊഴിൽ മേഖലകളിലേക്കും വരും. നമ്മൾ നാട്ടിൽ പോയി കഴിഞ്ഞാൽ എൻ്റർടൈൻമെൻറ്റ് മേഖല ആയിക്കോട്ടെ, ഫുഡ് ആൻഡ് ബീവറേജസിൻ്റെ മേഖല ആയിക്കോട്ടെ, ഒക്കെ ഗൾഫിൻ്റെ വളരെ അധികം ഇൻഫ്ലുവൻസ് നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. അതേപോലെ തന്നെ ഇൻഫ്ലുവൻസ് വരുന്ന അല്ലെങ്കിൽ ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന, ഡെവലപ്പ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു തൊഴിൽ മേഖലയാണ് ഫെസിലിറ്റീസ് മാനേജ്മെൻറ്റ് എന്ന് പറയുന്ന ഒരു സംഭവം. ദുബായിലൊക്കെ വന്നിട്ടുള്ള ആളുകൾക്കറിയാം, ഏതൊരു ബിൽഡിങ്ങിൽ പോയി കഴിഞ്ഞാലും അവിടെ നന്നായിട്ട് മാനേജ് ചെയ്യുന്നുണ്ടാവും ആ ബിൽഡിങ്. അതിൻ്റെ പരിസരങ്ങളൊക്കെ വളരെ വൃത്തിയായിട്ട് സൂക്ഷിക്കുന്നുണ്ടാവും. എല്ലാ ബിൽഡിങ്ങിലും സെക്യൂരിറ്റീസ് ഉണ്ടാവും. വളരെ എഫക്റ്റീവായിട്ടുള്ളൊരു CCTV സിസ്റ്റം ഉണ്ടാവും. അതേപോലെ മെയിൻ്റനൻസ് ഒക്കെ പ്രോപ്പർലി ചെയ്തിട്ടുണ്ടാവും. ഇങ്ങനെ പൊട്ടിപ്പൊളിഞ്ഞ് കിടക്കുകയോ ഒന്നും ചെയ്തിട്ടുണ്ടാവില്ല. അപ്പോൾ അങ്ങനെയുള്ള ഒരു കൾച്ചറുണ്ട്. അതൊരു മെയിൻ്റനൻസ് കൾച്ചർ എന്നാണ് നമ്മൾ പൊതുവെ അതിനെക്കുറിച്ച് പറയാറുള്ളത്. ഇപ്പോൾ നമ്മുടെ നാട്ടിൽ കൾച്ചറലായിട്ടുള്ളൊരു ഇൻഫ്ലുവൻസ് കൂടി ഉണ്ട്. അതായത് ചില രാജ്യങ്ങളിലൊക്കെ കൺസ്ട്രക്ഷൻ ആയിരിക്കും വളരെയധികം പ്രാധാന്യം, മെയിൻ്റനൻസിന് അത്ര പ്രാധാന്യം ഉണ്ടായിക്കൊള്ളണമെന്നില്ല. ഇപ്പോൾ ഒരു ബിൽഡിങ് ഉണ്ടാക്കി കഴിഞ്ഞാൽ ആ ബിൽഡിങ് ഉണ്ടാക്കിയ ആൾ, അതിൻ്റെ ഡിസൈൻ, ഇതൊക്കെ ആയിരിക്കും വലിയ ചർച്ചാ വിഷയം. എന്നാൽ ആ ബിൽഡിംഗ് എങ്ങനെ മെയിൻറ്റെയിൻ ചെയ്യുന്നു എന്നുള്ളത് അതിനെക്കുറിച്ച് ആളുകൾ ചിന്തിക്കുന്നേ ഉണ്ടാവില്ല. ഈയിടെ മുഖ്യമന്ത്രി ഉദ്ഘാടനം ചെയ്ത വയനാട്ടിലെ ദുരിതബാധിതർക്കായിട്ടുള്ള ഒരു പാർപ്പിട സമുച്ചയം ഉണ്ടല്ലോ, കുറേ വില്ലകളൊക്കെ അടിപൊളിയായിട്ട് വളരെ ബ്യൂട്ടിഫുൾ ആയിട്ട് ഉണ്ടാക്കിയിട്ടുണ്ട്. അതിനെക്കുറിച്ച് എൻ്റെ ഒരു ഫേസ്ബുക്ക് ഫ്രണ്ട് പോസ്റ്റ് ചെയ്തിട്ടുള്ള ഒരു പ്രധാനപ്പെട്ട വിഷയം ഇതായിരുന്നു. എന്തുകൊണ്ട് അവിടെ ഒരു മെയിൻ്റനൻസ് ടീമിനെ അപ്പോയിൻറ്റ് ചെയ്തിട്ടില്ല എന്നുള്ളത്. കാരണം ഒരു അടിപൊളി ഒരു വില്ലുണ്ടാക്കി വെച്ചത് കൊണ്ട് മാത്രമല്ല, നമ്മൾ 6 മാസം മഴയും പിന്നെ വെയിലും ഒക്കെ ഉള്ള, ഇപ്പം ചൂടുള്ള സമയത്ത് നല്ല ചൂടൊക്കെ ഉള്ള ഒരു കാലാവസ്ഥയൊക്കെ ഉള്ള ഒരു നാട്ടിലാണ് നമ്മളുള്ളത്. അപ്പോൾ സ്വാഭാവികമായിട്ടും ഇവഞ്ച്വലി ഇതിന് ഒരുപാട് പ്രശ്നങ്ങൾ, ഒരു മെയിൻ്റനൻസ് ഇഷ്യൂസ് വരും. അതൊക്കെ പ്രോപ്പർലി മെയിൻറ്റെയിൻ ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ ഉള്ള ആ ഭംഗി അവിടെ നിൽക്കില്ല. ഒരു 1-2 വർഷം കഴിയുമ്പോഴേക്ക് അതൊക്കെ പഴയ പോലെ തന്നെയാവും. നമ്മൾ എത്ര കോസ്റ്റ്ലി ആയിട്ടുള്ള സാധനങ്ങൾ അല്ലെങ്കിൽ കോസ്റ്റ്ലി ആയിട്ടുള്ള കെട്ടിടങ്ങൾ ഉണ്ടാക്കിയിട്ടിട്ടും കാര്യമില്ല, അത് മെയിൻറ്റെയിൻ ചെയ്യണം. അപ്പോൾ അത്തരം കൾച്ചർ നമ്മുടെ നാട്ടിലേക്ക് സ്ലോലി വന്നുകൊണ്ടിരിക്കുക എന്നാണ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത്. നാട്ടിലൊക്കെയുള്ള എൻജിനീയേഴ്സ്, ഇപ്പോൾ നമ്മൾ തമാശക്കൊക്കെ പറയാറുണ്ട്, ബിടെക്കുകാരെ കൊണ്ട് തട്ടിത്തടഞ്ഞിട്ട് നടക്കാൻ വയ്യാന്നൊക്കെ നമ്മൾ പറയാറുണ്ട്. അത്തരം ആളുകൾക്കൊക്കെ നോക്കാൻ പറ്റിയ, അല്ലെങ്കിൽ അവർക്കൊക്കെ ഒരു കൈ നോക്കാൻ പറ്റിയ ഒരു മേഖല കൂടി ഉള്ളതാണ് ഈ മെയിൻ്റനൻസ് സെക്ഷൻ അല്ലെങ്കിൽ ഫെസിലിറ്റീസ് മാനേജ്മെൻറ്റ് എന്ന് പറയുന്ന ഒരു മാർക്കറ്റ്. ദുബായിലൊക്കെയുള്ള ഇൻസ്റ്റിറ്റ്യൂട്ടുകളൊക്കെ, ഇപ്പോൾ ഞാനടക്കമുള്ള ട്രെയിനേഴ്സ് ട്രെയിൻ ചെയ്യുന്നൊരു മേഖലയാണ് ഫെസിലിറ്റീസ് മാനേജ്മെൻറ്റ്. നിങ്ങൾക്ക് ഈ വിഷയത്തിൽ പഠിക്കണം എന്നുള്ള ആഗ്രഹം ഉണ്ടെങ്കിൽ കുറച്ച് കാശൊക്കെ മുടക്കിയിട്ട് വളരെ ഡീറ്റെയിൽഡ് ആയിട്ട് ഇതിനെക്കുറിച്ചൊന്ന് ഒരു പ്രിൻസിപ്പിൾസ്, ഇതിൻ്റെ ഫണ്ടമെൻ്റൽസൊക്കെ പഠിക്കണം എന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഞാനുമായിട്ട് കോൺടാക്റ്റ് ചെയ്താൽ മതി. ഇതിനെക്കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾ ഞാൻ നിങ്ങൾക്ക് വാട്സപ്പിലൂടെ പറഞ്ഞു തരുന്നതാണ്. എൻ്റെ നമ്പർ ഞാൻ താഴെ കൊടുക്കാം. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്.